എല്ലാവർക്കും സ്വാഗതം. ബബിതയും രോഹിത്തും കൂടെ വൈജയനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരിക കേട്ടോ, കൊല്ലപ്പള്ളിയിൽ നിന്ന്. ബബിത രോഹിത്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊല്ലപ്പള്ളിയിലേക്ക് താമസം മാറ്റിയ കാര്യം അമ്മേനോട് പറയണോന്ന്. അപ്പോൾ രോഹിത്ത് പറയും, അമ്മ അറിയണ്ടേ, പിന്നെ നമ്മളത് പറയണമെന്ന് പറയാണ്ട്. അപ്പോൾ അച്ഛനോട് എന്തെങ്കിലും പറയണമെന്ന് ഇങ്ങനെ ബബിത ചോദിക്കുക കേട്ടോ രോഹിത്തിനോട്. അപ്പോൾ രോഹിത്ത് പറയും, അച്ഛനോട് ഒന്നും പറയാൻ നിൽക്കണ്ട, അച്ഛൻ എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി മാത്രം കൊടുത്താൽ മതി എന്ന് പറയും. അപ്പം അച്ഛൻ നമ്മളെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് നിർബന്ധിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറ്റില്ല എന്ന് തന്നെ പറയണം എന്നാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ കയ്യിൽ കാരണം ഉണ്ടല്ലോ, അലീന അവിടെ ഉള്ളപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരില്ല എന്ന് തന്നെ അങ്ങ് തീർത്ത് പറഞ്ഞേക്കണം. പിന്നെ അത് മാത്രമല്ല, അച്ഛനോട് ചോദിക്കുകയും ചെയ്യണം, അച്ഛന് ഞങ്ങളെക്കാളും വലുത് ഇപ്പോൾ അലീനയാണല്ലോ എന്നും കൂടെ ചോദിക്കണം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ബബിത എന്നാൽ പിന്നെ വണ്ടി വിട്ടോ എന്ന് പറയും. പിന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരെ കാണുമ്പോൾ അവിടെ ICUലുണ്ടായിരുന്ന രണ്ട് നഴ്സുമാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരാൾ പറയുന്നുണ്ട്, രണ്ടുപേർക്ക് കാണാൻ പറ്റില്ല, ഒരാൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന നേഴ്സ് പറയും, പേഷ്യൻറ്റിൻ്റെ രണ്ട് മക്കളാണെന്നാണ് പറഞ്ഞത്, അവർ കണ്ടിട്ട് പോയിക്കോട്ടെ എന്ന് പറയും. അപ്പോൾ എന്തായാലും പിന്നെ സമ്മതിക്കുന്നുണ്ട്. അവരോട് കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കാണാൻ സമ്മതിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും വൈജയന്തിയുടെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അവർ കൊല്ലപ്പള്ളിയിലേക്ക് താമസം മാറ്റിയ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. കമലാൻ്റെയും ശിവനങ്ങളും ഞങ്ങളോട് ഇനി അവിടെ നിൽക്കണ്ട, കൊല്ലപ്പള്ളിയിലേക്ക് പോരാൻ പറഞ്ഞു. ഞങ്ങൾ അപ്പം തന്നെ അവരുടെ കൂടെ ഇറങ്ങി, പക്ഷേ കൃഷ്ണ മാത്രം വന്നില്ല എന്ന് പറയും കേട്ടോ. അവളും അലീനയും അച്ഛനും ഏത് സമയം വീട്ടിൽ തന്നെയാണ്. ഇവിടെ അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ശിവനങ്ങളും രാജീവങ്ങളും ഇവിടെ അടുത്ത് തന്നെ ഹോട്ടൽ റൂം എടുത്തിരിക്കുകയാണ് എന്നൊക്കെ പറയും കേട്ടോ. മനുവേട്ടനും ഏത് സമയവും ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയും. അച്ഛൻ വല്ലപ്പോഴും മാത്രമേ ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, അലീനേനെ കമലയും ഹരിയും കൂടെ കൊണ്ടുപോയി ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അവിടുന്ന് ബാലേന്ദ്രൻ തിരിച്ച് വിളിച്ചുകൊണ്ടുവന്ന കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ടുകൊണ്ട് വൈജിക്ക് ഇങ്ങനെ ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേഴ്സ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളോട് കൂടുതൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ സംസാരം നിർത്തുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ രോഹിത്ത് പറയാണ്, അമ്മ അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ അമ്മേനോട് പറഞ്ഞതെന്ന് പറയും കേട്ടോ. അപ്പോൾ നേഴ്സ് പറയുന്നുണ്ടായിരുന്നു, എന്നിട്ട് കേട്ടിട്ട് അങ്ങനെ തോന്നിയില്ലല്ലോ, പേഷ്യൻറ്റിന് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം പോലെയാണല്ലോ തോന്നിയത് എന്നൊക്കെ പറയും കേട്ടോ. ബബിതയാണെങ്കിലും പിന്നെ വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു, ഇനി എന്തായാലും അമ്മ തിരിച്ചു വരാതെ ഞങ്ങൾ എന്തായാലും കടപ്പാട്ടൂരിലേക്ക് ഇല്ല എന്ന് പറയും. അത് മാത്രമല്ല, അച്ഛനാണെങ്കിൽ ഇപ്പോൾ അവിടെ ഇങ്ങനെ അച്ഛൻ്റെ പുന്നാര മോളുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. എന്നിട്ട് വൈജയനോട് പറയും, അമ്മ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, എല്ലാവരും നമ്മുടെ കൂടെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ നാളെ വരാമെന്ന് പറയുന്നുണ്ട്. അവർ സംസാരമൊന്നും നിർത്തുന്ന കാണുന്നില്ല എന്ന് കാണുമ്പോൾ തന്നെ നേഴ്സ് അവരോട് പെട്ടെന്ന് ഇറങ്ങാൻ പറയുന്നുണ്ട് കേട്ടോ. അവരെ പുറത്താക്കിയിട്ട് ഡോറങ്ങ് അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് നേഴ്സ് പറയും, കുറച്ച് അലിവ് കാണിക്കുന്നതാണ് ഇപ്പോൾ പ്രശ്നം എന്നും ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് സുലോചനയും മനു കൂടെ സംസാരിക്കുകയാണ്. സുലോചന പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ബാലേട്ടനെ അറിയാവുന്ന പോലെ മറ്റാർക്കും അറിയില്ല, ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നതല്ലേ, ഞങ്ങൾ തമ്മിൽ അത്ര പ്രായവ്യത്യാസമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ വൈജയനോട് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ബാലേട്ടനാണെങ്കിലും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കും, അതൊരു വൺ സൈഡ് പ്രേമമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്കറിയില്ല, എപ്പോൾ കാണുമ്പോഴും അവർ രണ്ടുപേരും നല്ല ചിരിയും കളിയും തമാശയൊക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൻറ്റിക്ക് ഇങ്ങനെ അങ്കിളിനോട് വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേട്ടൻ്റെ മനസ്സിൽ വേറൊരു പെണ്ണും ഉണ്ടായിരുന്നില്ല, ആ സമയത്തൊക്കെ വൈജ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയാണ് കേട്ടോ സുലോചന മനുവിന് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങളെല്ലാവരും വിശ്വസിച്ചില്ലേ അലീന ബാലേട്ടൻ്റെ മകളാണെന്ന് പറഞ്ഞപ്പോൾ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നിനക്ക് എന്തൊക്കെയോ അറിയാമെന്ന് തോന്നുന്നുണ്ടല്ലോ എന്നിങ്ങനെ മനുവിനോട് സുലോചന ചോദിക്കുമ്പോൾ, എനിക്ക് ചെറിയ ക്ലൂ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു സമയത്തെല്ലാം ഇങ്ങനെ പുറത്തു വരും എന്ന് പറയുകയാണ് കേട്ടോ, കുറച്ച് കാത്തിരിക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വൈജയ്ക്ക് ഇങ്ങനെ ആഗ്രയിൽ എന്തോ ചുറ്റിക്കളി ഉണ്ടായ കാര്യമൊക്കെ സുലോചനയ്ക്ക് അറിയാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മനുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തോ ചുറ്റിക്കളി ഉണ്ടായിരുന്നല്ലോ വൈജയന്തിക്ക് എന്നൊക്കെ പറയുമ്പോൾ, അതൊന്നും എനിക്കറിയില്ല, ഞാനന്ന് ചെറിയ കുട്ടിയല്ലേ എന്ന് പറയൂ കേട്ടോ. അങ്ങനെ ഒരു ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അടക്കം പറച്ചിലൊക്കെ കേട്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നിങ്ങനെ മനു പറയും. അപ്പോഴേക്കും നഴ്സ് വന്നിട്ട് വൈജയന്തിയുടെ റൂമിലേക്ക് മാറ്റുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൂടെ വരണം എന്ന് പറയും കേട്ടോ. രണ്ടുപേരും പോകാൻ നിൽക്കുമ്പോഴാണ് ഒരാൾ മതി എന്ന് പറയുന്നത്. അപ്പോൾ സുലോചനയാണ് കേട്ടോ കൂടെ പോകുന്നത്. അത് കഴിഞ്ഞ് മനു അവിടെ തന്നെ ഇരിക്കും. പിന്നീട് ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലേന്ദ്രനെ ആനന്ദ് വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ ആനന്ദിനോട് പറയുന്നുണ്ടായിരുന്നു, ഇന്നോ നാളെയൊക്കെ ആയിട്ട് റൂമിലേക്ക് മാറ്റുന്നുണ്ടാവും, അപ്പോൾ വന്നാൽ മതി എന്ന് പറയും. അങ്ങനെ എന്തായാലും പിന്നീട് കോള് കട്ട് ചെയ്യും, വേറെ കോള് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ മനുവാണ് വിളിക്കുന്നത് ബാലേന്ദ്രനെ. അപ്പോൾ വൈജയന്തിനെ റൂമിലേക്ക് മാറ്റിയ കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്കിൾ ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരാമെന്ന് പറയും. ഇവിടെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, ഇവിടെ വന്നാലും വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാനല്ലേ, അപ്പോൾ അതുകൊണ്ട് വരണ്ടെന്നാണ് കേട്ടോ പറയുന്നത് മനു ആണെങ്കിലും. അപ്പോൾ റൂമിലേക്ക് മാറ്റിയ കാര്യമൊക്കെ പറയും. അപ്പോൾ മനുവിനോട് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ,
ബാലേന്ദ്രൻ, നീ ഇന്ന് അവിടെ നിൽക്കുകയാണോ അതോ വീട്ടിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കൊല്ലപ്പള്ളിയിലേക്ക് പോകും, ഇവിടെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലല്ലോ, പിന്നെ ഇവിടെ സുലോചന ആൻറ്റി ഉണ്ട് എന്ന് പറയും കേട്ടോ. ഉറക്കളയ്ക്കണ്ട, എന്തായാലും പോയിട്ട് നാളെ വന്നാൽ മതിയെന്ന് ബാലേന്ദ്രനാണെങ്കിലും മനുവിനോട് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ബാലേന്ദ്രൻ മനുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ശിവനും രാജീവനൊന്നും അവിടെ ഇല്ലേന്ന്. അപ്പോൾ പകലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഹോട്ടൽ റൂമിൽ എങ്ങാനും ഉണ്ടോയെന്നും അറിയില്ല, ഹോട്ടൽ റൂം ചെക്കൗട്ട് ചെയ്ത് പോയോന്നും അറിയില്ല എന്നിങ്ങനെ മനു പറയുകയാണ് കേട്ടോ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് എന്തായാലും അവർ കോള് കട്ട് ചെയ്യും. എന്നിട്ട് ബാലേന്ദ്രൻ അവിടുന്ന് എണീറ്റ് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ പിറ്റേ ദിവസമാണ് രാവിലെ കൃഷ്ണ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒക്കെ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീനയോട് പറയുന്നുണ്ടായിരുന്നു, എനിക്കിന്ന് സ്കൂളിൽ പോകണ്ടായിരുന്നോ എന്ന് പറയും. അപ്പോൾ അലീന പറയും, നീ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിക്കും, അതുകൊണ്ട് സ്കൂളിൽ പോയാൽ അതൊക്കെ കുറച്ചങ്ങ് മാറി കിട്ടും എന്ന് പറയും കേട്ടോ. അപ്പോൾ ചേച്ചി ഇവിടെ ഒറ്റയ്ക്കല്ലേ എന്നൊക്കെയാണ് കേട്ടോ കൃഷ്ണ ചോദിക്കുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് അച്ഛൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകും, അച്ഛൻ കൊണ്ടുപോകുന്നൊന്നും അറിയില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലും പിന്നെ ഇവിടെ ഒറ്റയ്ക്കാവും എന്നൊക്കെയാണ് അലീന പറയുന്നത്. അപ്പോൾ കൃഷ്ണയാണെങ്കിലും അതൊക്കെ കേട്ട് പിന്നെ ചായ എടുത്ത് കുടിക്കുമ്പോൾ അത് ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ അലീനയോട് പറയുന്നുണ്ടായിരുന്നു, ഇത് ഭയങ്കര ചൂടാണെന്ന്. അപ്പോൾ അലീന പറയും, നിങ്ങൾ താ ഞാനത് ചൂട് കളഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ആ ചായയൊക്കെ എടുത്ത് ആറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കൃഷ്ണ കഴിച്ചൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോഴാണ് ബാലേന്ദ്രൻ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ബാലേന്ദ്രനോട് പോയിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, നീ ഇവിടുത്തെ കാര്യം ഓർത്ത് ഇങ്ങനെ വിഷമിക്കുകയൊന്നും ചെയ്യരുത്, നിൻ്റെ ജോലി എന്താ, പഠിക്കുക, അത് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവരോടൊക്കെ യാത്ര പറഞ്ഞ് കൃഷ്ണ അങ്ങ് പോകും കേട്ടോ. മുറ്റത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ബസ്സിന് നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയും. എന്നിട്ട് പിന്നെ അലീനയോടും, ചേച്ചി ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞിട്ടാട്ടോ പോകുന്നത്. കൃഷ്ണ അങ്ങ് പോയി കഴിയുമ്പോൾ അലീന ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അച്ഛന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ എടുത്ത് വെക്കാനായിട്ട് പറയൂ കേട്ടോ ബാലേന്ദ്രനാണെങ്കിലും. അപ്പോൾ അലീന അവിടുന്ന് കിച്ചണിലേക്ക് അങ്ങ് പോവും. ബാലേന്ദ്രനാണെങ്കിലും കൈയൊക്കെ കഴുകി വന്ന് അവിടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അലീന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ചോദിക്കുന്നത് ബാലേന്ദ്രനോട്, അച്ഛൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോയെന്ന്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് പോകണമെന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ അലീന ചോദിക്കുകയാണ്, ഞാനും കൂടെ അച്ഛൻ്റെ കൂടെ വന്നോട്ടെ ഹോസ്പിറ്റലിലേക്ക് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, വന്നിട്ട് എന്നാത്തിനാന്ന്. അപ്പോൾ അലീന പറയും, ബൈസ്റ്റാൻഡറായിട്ട് ഞാൻ നിന്നോളാം, ഇനിയിപ്പോൾ ICU റൂമിലേക്ക് മാറ്റിയാൽ ഒരാൾ വേണമല്ലോ എന്നൊക്കെയാട്ടോ പറയുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, വൈദ്യ നിന്നെ അടുപ്പിക്കുന്നു തോന്നുന്നില്ല എന്ന് പറയൂ കേട്ടോ. പിന്നെ 2 കാലിനും ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് പിന്നെ ചവിട്ടും എന്നുള്ള പേടി വേണ്ട എന്ന് പറയുമ്പോൾ അച്ഛൻ ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്, വയ്യാതെ കിടക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ദേഷ്യം കാണിക്കുകയോ, നമുക്കിങ്ങനെ ഈ സമയത്തല്ലേ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. പിന്നെ 2 കാലിനും പ്ലാസ്റ്റർ ഇട്ടതാണെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ കെയർ ഗീവർമാർക്കും നഴ്സുമാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും, സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ അവർക്ക് നല്ല വേദനയായിരിക്കും എന്നൊക്കെയാട്ടോ അലീന പറയുന്നത്. അപ്പോൾ നിനക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് വേദന ഇല്ലാതെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഇങ്ങനെ അലീന പറയുമ്പോൾ, എനിക്ക് വിരോധമൊന്നും ഇല്ല എന്ന് പറയും. എന്നാൽ ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അലീന അവിടുന്ന് പോകും കേട്ടോ. പിന്നീട് ബാലേന്ദ്രനും അലീനയും ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവിടെ ശിവനും രാജീവനും ഹരിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ഹരി ബാലേന്ദ്രനെ കണ്ട് എഴുന്നേൽക്കാൻ നിൽക്കുമ്പോൾ രാജീവൻ എഴുന്നേൽക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ബാലേന്ദ്രനാണെങ്കിലും അവരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, മല്ലന്മാരും വില്ലന്മാരും എല്ലാവരും ഉണ്ടല്ലോ എന്ന്. അപ്പോൾ നിനക്കെന്താടാ ഒരു പുച്ഛം നോക്കിക്കോട്ടെ രാജീവൻ. അപ്പോൾ എനിക്കെന്ത് പുച്ഛം, നിങ്ങൾക്കല്ലേ പുച്ഛം, വാ മോളെ എന്ന് പറഞ്ഞിട്ട് അലീനേനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും കേട്ടോ. അപ്പോൾ ഇവളെയും കൂട്ടി ഇങ്ങനെ എഴുന്നള്ളിച്ച് നടക്കാൻ അവന് നാണമില്ലല്ലോ, എന്തിനാ ഇപ്പോൾ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ, ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാനാണെങ്കിൽ നിർത്താൻ സമ്മതിക്കരുത് എന്നാട്ടോ പറയുന്നത് രാജീവൻ. അപ്പോൾ ശിവനും പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ നിൽക്കാനാണെങ്കിൽ അടിച്ചോടിക്കണം, ഹോസ്പിറ്റലിൽ ആരുടെയും സ്വത്തൊന്നുമല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നീട് അലീന വൈജയനെ കാണാൻ വേണ്ടിയിട്ട് ICUലേക്ക് റൂമിലേക്ക് കയറുന്നുണ്ട്, റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ വൈജയ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ അലീനയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നഴ്സുമാർ ഇതാരാന്ന് ചോദിക്കും. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു നഴ്സ് പറയും, പേഷ്യൻറ്റിൻ്റെ മൂത്ത മകളാണെന്നാണ് പറഞ്ഞതെന്ന് പറയും കേട്ടോ. അല്ലേന്ന് ചോദിക്കും. അപ്പോൾ അതേന്ന് അലീന പറയുന്നുണ്ട് കേട്ടോ. വൈജയ്ക്കാണെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് നല്ല ദേഷ്യമുണ്ട് കേട്ടോ മുഖത്ത്, പക്ഷേ സംസാരിക്കാനും ഒന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് മിണ്ടാതെ കിടക്കുകയാണ്. പിന്നീട് അലീനയോട് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ജോലിയൊന്നും ആയിട്ടില്ല എന്ന് അലീന പറയൂ കേട്ടോ. അപ്പോൾ എന്താ പഠിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അവർ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ GDM ആണ് പഠിച്ചതെന്ന്. അപ്പോൾ അത് കെയർ ഗിവർമാർ ചെയ്യുന്ന കോഴ്സ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് അലീന പറയൂ കേട്ടോ. അപ്പോൾ അവരെന്നെ അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാ ആ കോഴ്സിന് പോയത്, അതിന് അത്ര ശമ്പളമൊന്നും ഇല്ലല്ലോ, നഴ്സിങ്ങിനോ മെഡിസിനോ പോയാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ശമ്പളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അച്ഛൻ്റെ കയ്യിൽ നല്ല പൈസ ഉണ്ടല്ലോ, പിന്നെ എനിക്കതിൻ്റെ ആവശ്യമില്ല, കിടപ്പ് രോഗികളെ പരിചരിക്കുന്നതാണ് എനിക്കിഷ്ടം, അതിൻ്റെ അത്രയും വലിയ ജോലിയായിട്ട് എനിക്ക് മറ്റൊരു ജോലിയും തോന്നിയിട്ടില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കെയർ
കെയർ ചെയ്യാനൊക്കെ നന്നായിട്ട് ആയിരിക്കും എന്ന് പറയുമ്പോൾ അതെ അറിയാമെന്ന് പറയൂ കേട്ടോ. കെയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല വേദനയായിരുന്നു ഇന്ന് ഞങ്ങൾ ഇങ്ങനെ കെയർ ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റിന് എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ നോക്കിക്കോളാന്ന്. അപ്പോൾ അവർ പറയും അത് ഞങ്ങളുടെ ജോലിയാണ്, ഇൻചാർജ് എടുത്തു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് ഓടിക്കും എന്ന് പറയുമ്പോൾ അലീന പറയാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അലീനയോട് പേരൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അലീന എന്ന് പറയുമ്പോൾ അതൊരു ക്രിസ്ത്യൻ നെയിം പോലെ ഉണ്ടല്ലോ, സിബ്ലിങ്സിൻ്റെ പേരൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ബബിത, കൃഷ്ണജ, രോഹിത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അലീന എന്ന് പറയുമ്പോൾ നല്ല പേര് എന്നൊക്കെ അവരും അലീനയോട് പറയുകയാണ്. അതൊക്കെ പറഞ്ഞ് പിന്നെ അവരവിടെ നിന്ന് റൂമൊന്ന് പോകും കേട്ടോ. അലീനയാണെങ്കിലും വൈജയനെ തന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അവിടെ ഒരു ചെയർ ഉണ്ടായിരുന്നു, ആ ചെയർ എടുത്തിട്ട് അലീന അതിലിരിക്കും കേട്ടോ. എന്നിട്ട് വൈജയുടെ കൈ ഇങ്ങനെ പിടിക്കും. അലീന കയ്യിൽ പിടിക്കുന്നതൊന്നും വൈജയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അലീനയുടെ കൈ അങ്ങ് തട്ടി മാറ്റുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കും എന്നോട് എന്തിനാ ഇത്ര ദേഷ്യം? എനിക്കിങ്ങനെ മാഡത്തിനോട് ഒരു ദേഷ്യവും ഇല്ല, ഞാൻ മാഡത്തിൻ്റെ ശത്രുവല്ല, മിത്രമാണ്, ഏറ്റവും അടുത്ത മിത്രമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നോട് എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് എന്നൊക്കെ പറയും. ഞാൻ മാഡത്തിനോട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ, എന്നോടല്ലേ ദ്രോഹം ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അലീന പറയും ഇനി എല്ലാം ശരിയാവുന്നവരെ ഞാൻ നോക്കിക്കോളാം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ വൈജയ്ക്കാണെങ്കിലും അലീന ഈ പറയുന്നതും കൈ പിടിക്കുന്നതും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അലീന വീണ്ടും കൈ പിടിക്കാൻ നിൽക്കുമ്പോൾ ആ കൈ പതുക്കെ അങ്ങ് തട്ടി മാറ്റുന്നുണ്ട് കേട്ടോ. വൈജയ്ക്ക് കഴിയുന്ന പോലെ ദേഷ്യവും ഒക്കെ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ്റെ മൂത്ത അളിയൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, ആനന്ദൻ. അയാൾ വന്നിട്ട് ബാലേന്ദ്രനോട് സംസാരിക്കും. ആക്സിഡൻറ്റ് നടന്ന സ്പോട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്സിഡൻറ്റ് അശ്രദ്ധ കൊണ്ടുണ്ടായതാണ്, അതുകൊണ്ട് ആരുടെ പേരിലും കേസെടുക്കാനൊന്നും നിർവാഹമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് വൈജയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് സുഖപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയും ഇത് പനിയും അങ്ങനെ തലവേദനയൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് സുഖപ്പെട്ട് വരാനെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ആ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് റിക്കവർ ആയിട്ടുണ്ടോ എന്നുള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ ആനന്ദൻ പറയും. എന്തായാലും ഞാൻ വൈജയനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറയൂ കേട്ടോ ആനന്ദൻ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവൾക്കും വലിയ സന്തോഷമാവും, അങ്ങോട്ടേക്ക് ചെല്ലേന്ന് പറയും. ഗോവർദ്ധനോട് റൂം കാണിച്ചു കൊടുക്കാനും പറയൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ട്, അലീന ഇങ്ങനെ വൈജയനെ കെയർ ചെയ്യുന്നതൊക്കെ തന്നെയാട്ടോ കാണിക്കുന്നത്. പക്ഷേ വൈജയ്ക്ക് അതൊന്നും അത്രയ്ക്ക് ഇഷ്ടമാവുന്നില്ല കേട്ടോ. അപ്പോൾ നേഴ്സ് ചോദിക്കുന്നുണ്ട്, നേഴ്സിനും അത് മനസ്സിലായി കേട്ടോ. അപ്പോൾ മകള് ഇങ്ങനെ നോക്കുന്നത് അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് നേഴ്സ് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് സുലോചന വരുന്ന സമയത്ത് നേഴ്സ് ചോദിക്കുന്നുണ്ട് കേട്ടോ അവരുടെ മൂത്ത മകൾ തന്നെയല്ലേ അതെന്ന്. അത് കഴിഞ്ഞ് രാജീവനും ശിവനും കൂടെ എന്തോ ഒരു പണി അലീനയ്ക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഭാഗം എല്ലാം ക്ലിയർ ആണ്, ഇനിയിപ്പോൾ ഇര വന്ന് കെണിയിൽ വീണാൽ മതി എന്നൊക്കെ അവർ പറയുകയാണെങ്കിലും ബാലേന്ദ്രനെ വിളിച്ചിട്ട് അരമണിക്കൂറിനുള്ളിലേക്ക് വീട്ടിലേക്ക് എത്തും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ടും അലീന വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃഷ്ണനോട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇതുവരെ അലീന വന്നില്ലേ എന്നുള്ളത്. അപ്പോൾ അലീനനെ എന്തോ ഒരു കെണിയിൽ പെടുത്തിയിട്ടുണ്ട് കേട്ടോ രാജീവനും ശിവനും കൂടെ. അപ്പോൾ ഇത്രയാണ് പ്രമോല് കാണിച്ചത്.